ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 348. നമ്മൾ 63-ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 3 ഒന്നാമത്തെ ഖണ്ഡമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിലെ മന്ത്രങ്ങളാണ്. ഇതിൽ സൂര്യനാണ് നമ്മളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പിൽ വേദങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം സൂര്യനാണ് പ്രേരക ശക്തി. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യം ഉണ്ടായത് സയൻസാണ്, ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് വേദങ്ങൾ. അപ്പോൾ സൂര്യൻ്റെ പല ദിക്കിലുള്ള രശ്മികളെ ഋഗ്വേദം, യജുർവേദം എന്നീ നിലകളിൽ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം സൂര്യനാണ് കേന്ദ്രം, ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. പ്രപഞ്ചമുണ്ടാകണമെങ്കിൽ നമ്മളുണ്ടെങ്കിലല്ലേ പ്രപഞ്ചമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ കുറേ കല്ലും മണ്ണും എല്ലാം കിടന്നിട്ട് കുറേ ഗോളന്മാരി കിടക്കുന്നതെന്നല്ലാണ്ട് ഈ നമ്മളുള്ളത് കൊണ്ടാണ് അതിന് പ്രാധാന്യം വന്നത്. അപ്പം നമ്മളുള്ള ഈ സ്ഥലത്തിൻ്റെ കേന്ദ്രമാണ്. അതിനാണ് ഒരു വലിയ പൂവായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മധുവാണ് സൂര്യൻ. വലിയൊരു പുഷ്പമാരി വികസിച്ച് കിടക്കുകയാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു പുഷ്പമാരി വികസിച്ച് കിടക്കുകയാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ മധുവിന് സമാനമാണ് സൂര്യൻ. ആ സൂര്യനിലാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ നിന്ന് പോകുന്ന രശ്മികളെയാണ്, അതിൽ നിന്ന് പോകുന്ന 4 വശത്തേക്കെല്ലാം പോകുന്ന രശ്മികളെയാണ് ഇവിടെ വേദങ്ങളായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. അപ്പം എന്താണ് ഒന്നിൽ പറയുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ മന്ത്രത്തിൽ പറയാണ്, ഈ ആദിത്യൻ ദേവന്മാർക്ക് മധുവാണ്. ഇതൊരു വലിയ പുഷ്പമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മധുവിന് സമാനമാണ്. അതാണല്ലോ അതിൻ്റെ സത്ത. സമാനമാണ് ദേവന്മാർക്ക്, മധുവിന് സമാനമാണ് സൂര്യൻ. ദേവന്മാർ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്, നമ്മളും ദേവതകളാണ്. അപ്പം നമ്മൾക്കെല്ലാം ഈ പ്രപഞ്ചമാകുന്ന പുഷ്പത്തിൻ്റെ മധുവിന് സമാനമാണ് സൂര്യൻ. ഈ മധുവിന് ദ്യോവ് മുളയാകുന്നു. അത് ഇതിൽ നിന്നാണ് മുളച്ചു വന്നിരിക്കുന്നത്? ഈ പ്രപഞ്ചമാകുന്ന ദ്യോവ് എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറയുക, ഈ പ്രപഞ്ചം മുഴുവൻ എടുക്കാം. ആ പ്രപഞ്ചത്തിൻ്റെ ഒരു മുളയായിട്ടാണ്, അതിൽ നിന്നാണ് ഈ സൂര്യൻ മധുവായിട്ട് നിൽക്കുന്നത്. ആ പൂവിൻ്റെ ഒരു മുളയുണ്ടല്ലോ, അതിലാണല്ലോ വണ്ടെല്ലാം വന്നിരുന്നിട്ട് മധു നുകരുന്നത്. അപ്പം ഈ പ്രപഞ്ചം ദ്യോവ് മുളയിൽ നിന്നാണ് ഈ മധു വന്നിരിക്കുന്നത്. ആ മധുവിന് സമാനമാണ് സൂര്യൻ. പ്രപഞ്ചത്തിൻ്റെ മധുവാണ് സൂര്യൻ. ആകാശം അപ്പമാകുന്നു. ഫലങ്ങളെല്ലാം നൽകുന്നത്, അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭുജിക്കാനുള്ള എല്ലാ സാധനങ്ങളും. പൂവമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെത് അപ്പം എന്ന നിലയിൽ എടുക്കാം. അതായത് ഫലം. അപ്പം എന്ന് പറഞ്ഞാൽ തിന്നാനുള്ളത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ ഈ ആകാശത്തിലെ ഗ്രഹങ്ങളിൽ നിന്നാണ് വരുന്നത്. ആകാശത്തിലാണ് രശ്മികളും എല്ലാം, സൂര്യൻ്റെ രശ്മികളും എല്ലാം അതിലാണ്. അതിൽ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്നത്. രശ്മികൾ കുട്ടികളാണ്, സൂര്യൻ്റെ കുട്ടികളാണ് ഈ രശ്മികളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ രശ്മികൾ സൂര്യനിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ ആദിത്യൻ്റെ കിഴക്കുള്ള രശ്മികളേതോ അത് മധുവിൻ്റെ കിഴക്കുള്ള നാഡികളാണ്. ആദിത്യൻ്റെ, സൂര്യൻ്റെ കിഴക്ക് നിന്നുദിച്ചു വരുന്ന രശ്മികൾ, ഇതിലേക്ക് കിഴക്ക് നിന്ന് ആക്ട് ചെയ്യുന്ന രശ്മികൾ ഈ മധുവിൻ്റെ, അതായത് സൂര്യനാകുന്ന മധുവിൻ്റെ നാഡികളാണ്. കിഴക്ക് വശത്ത് ആക്ട് ചെയ്യുന്ന നാഡികളാണ്. നാഡികൾ എന്ന് പറഞ്ഞാൽ ഈ നാഡികളിലൂടെയാണ്, നമ്മളെ നാഡികളിലൂടെയാണ്
സൂര്യൻ ആക്ട് ചെയ്യുന്നത്. ഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മളെ നാഡികളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. നാഡികളാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അപ്പം കിഴക്കു നിന്ന് വരുന്ന ആ രശ്മികൾ കിഴക്കുള്ള നാഡികളാണ്, മധുവിൻ്റെ കിഴക്കുള്ള നാഡികളാണ്. ഋതുക്കൾ മധുകൃതങ്ങളാണ്. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ മധുകൃതം എന്ന് പറയുമ്പോൾ തേനീച്ച എന്ന അർത്ഥമുണ്ട്. ഈ ജ്ഞാനമെല്ലാം തേനീച്ചനെ സാധാരണയായിട്ട് വേദങ്ങൾ ഉപമിക്കുന്നത് പലയിടത്തുനിന്നും തേന് സംഭരിച്ച് വരുന്നതാണ്. അത് ജ്ഞാനത്തെ ജ്ഞാനം, വേദജ്ഞാനം അല്ലെ അറിവ്, ജ്ഞാനം എല്ലാം സംഭരിക്കുന്നതിനെയാണ് ഈ മധുകൃതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ഋതുക്കൾ എന്ന് പറഞ്ഞാൽ സീസൺസ് എല്ലാം ഉണ്ടാകുന്നത്. സീസൺസ് ഉള്ളത് കൊണ്ടാണ്, ഋതുക്കൾ ഉള്ളത് കൊണ്ടാണ്, ഋതുക്കളിലൂടെയാണ് പ്രപഞ്ചം, ഈ ജീവജാലം, പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ട് പ്രപഞ്ചം ഈ അവസ്ഥയിലെത്തിയത്. അല്ലെങ്കിൽ കുറേ ഗോളങ്ങളായിരിക്കും ആ ഓർബിറ്റിൽ ചുറ്റുന്നതിൻ്റെ വ്യത്യാസം കൊണ്ട്, വട്ടത്തിലല്ല ദീർഘത്തിൽ. അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം ഉണ്ടായത്, അതുകൊണ്ടാണ് ജീവജാലങ്ങൾ ഉണ്ടായത്. അപ്പം ഋതുക്കളെല്ലാം ആണ് ഈ തേനീച്ചകൾ തേന് സംഭരിച്ച് അല്ലെങ്കിൽ ജ്ഞാനം നേടി വരുന്നതെല്ലാം ഋതുക്കളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഋതുക്കളാണ് ഈ ലോകത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ആ ജ്ഞാനമെല്ലാം ഈ സൂര്യൻ്റെ രശ്മികളിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. സൂര്യൻ്റെ രശ്മികൾക്ക് എന്തു പറ്റും? ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രത്യേക എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുമ്പോൾ ആ രശ്മികളുടെ ശക്തിയിൽ വേരിയേഷൻ ഉണ്ടാകും. അതിനനുസരിച്ചാണ് ചൂട് കൂടുക, തണുപ്പ് കാലം, ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ ജ്ഞാനം തേനീച്ച ജ്ഞാനം മധു ശേഖരിച്ചു വെക്കുന്ന പോലെ ഈ ജ്ഞാനമെല്ലാം സംഭരിക്കണം. ഏതിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്? ഋഗ്വേദമാണ് പൂവ്. ആ പൂവിലാണ്, ഋഗ്വേദത്തിലാണ്, പൂക്കൾ ഋഗ്വേദത്തിന് സമാനമാണ്. അതിലാണ് ഈ ജ്ഞാനമെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഋഗ്വേദത്തിൽ നിന്നാണ്, പൂവിൽ നിന്നാണ് തേനീച്ചകൾ ജ്ഞാനമെല്ലാം സംഭരിക്കുന്നത്. അപ്പം ഋഗ്വേദം കിഴക്കു നിന്ന് വരുന്ന രശ്മികളെ ഋഗ്വേദവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ആ രശ്മികളാണ് ഋതുക്കൾക്ക് കാരണമാകുന്നത്. ആ രശ്മികളല്ല, എല്ലാ രശ്മികളും, പലതരം രശ്മികൾ വരുന്നത് കൊണ്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. ആ ഋതുക്കളിലൂടെയാണ് ആ ജ്ഞാനത്തിൽ നേടണം. ഋതുക്കൾ ഉണ്ടാകുന്നതിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്, ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ ജ്ഞാനമെല്ലാം നേടണം. ആ ജ്ഞാനമെല്ലാം ഏതിലുണ്ട്? ഋഗ്വേദത്തിൽ ഉണ്ട്. അപ്പോൾ ഋഗ്വേദമാണ് പൂവ്. ആ പൂവിൽ നിന്നാണ് നമ്മൾ ജ്ഞാനം ശേഖരിക്കേണ്ടത്. സോമം പുഷ്പങ്ങളിലെ അതിലുള്ള രസങ്ങൾ, ആ പുഷ്പങ്ങളിലെ രസങ്ങളാണ് സോമം. സോമം എന്ന് പറയുന്നത് നമ്മൾ ശേഖരിക്കുന്നത്. സോമം ചെടിയുടെ വള്ളിയിൽ നിന്ന് നീരെടുക്കും. അതുപോലെ പൂക്കളിൽ നിന്ന് അതിൻ്റെ വണ്ട് എടുക്കുന്ന തേനാണ് സോമം. അതേപോലെ ഋഗ്വേദത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ജ്ഞാനമാണ് സോമം. അതാണ് അതിൻ്റെ നീര്. അപ്പം സോമം എന്ന് പറയുന്നത് അതിലെ നീരുകളാണ്, അല്ലെങ്കിൽ തേനുകളാണ്, സത്തകളാണ്. വേദങ്ങളിൽ ഋഗ്വേദത്തിൽ നിന്നെടുക്കുന്ന ജ്ഞാനങ്ങളാണ്. ഇവിടെ ഋഗ്വേദ ശബ്ദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഋഗ്വേദത്തിലൂടെയാണ് കർമ്മങ്ങൾ നടക്കുന്നത്. ഋഗ്വേദമാണ് സയൻസ്. അവിടെ ഋഗ്വേദം എന്ന പറഞ്ഞതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? ആ വേദങ്ങളിലൂടെയാണ് സയൻസ് ഉത്ഭവിച്ചിരിക്കുന്നത്. ആ സയൻസാണ് വേദങ്ങൾ. ഋഗ്വേദങ്ങളിൽ എല്ലാ ശാസ്ത്രവുമുണ്ട്. ആ ശാസ്ത്രത്തിലൂടെയാണ് എന്തുണ്ടായിരിക്കുന്നത്? പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്.
അപ്പം അതാണ് കർമ്മം. പ്രപഞ്ചം എങ്ങനെയെല്ലാം ഉണ്ടായി എന്നുള്ള കർമ്മം ഋഗ്വേദത്തിൻ്റെ വാക്ക് എന്നതിൽ നിന്നും മനസ്സിലാക്കണം. ഋഗ്വേദം അതിൻ്റെ പൂവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഋഗ്വേദത്തിലെ സയൻസിലൂടെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത മന്ത്രത്തിൽ പറയുകയാണ്, ഋക്കുകൾ ഋഗ്വേദത്തെ തപിപ്പിച്ചു. ഋക്കുകൾ എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ വരികൾ ആ ശാസ്ത്രതത്വങ്ങൾ അഭിതപിപ്പിച്ചു. ഋഗ്വേദത്തെ അഭിതപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തെ ആക്റ്റീവായി മാറ്റി, ടെക്നോളജിയിലേക്ക് നയിച്ചു. അതിലുള്ള സയൻസ് തത്വങ്ങൾ പ്രാക്ടിക്കലായിട്ട് ടെക്നോളജിയായിട്ട് അതിൽ നിന്നും ഉത്ഭവിച്ചു. ആ ജ്ഞാനമാണ് ഈ ലോക സൃഷ്ടിക്ക് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് തപിപ്പിക്കുമ്പോഴാണ് ടെക്നോളജി രൂപത്തിൽ അല്ലെ ശാസ്ത്ര പ്രാക്ടിക്കൽ രൂപത്തിൽ അല്ലെ അഥർവവേദ രൂപത്തിൽ അത് പുറത്തേക്ക് സൃഷ്ടിയിലേക്ക് വ്യാപിച്ചത്. അങ്ങനെ അഭിതപിപ്പിച്ച അതിന് കീർത്തിയും ദേഹദീപ്തിയും ഇന്ദ്രിയവും വീര്യവും ഉണ്ടായി. അതിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളും കീർത്തിയും പ്രശസ്തിയും വീര്യവുമെല്ലാം ഉണ്ടായത്. സയൻസ് വെറുതെ ഋഗ്വേദത്തിലെ സയൻസ് അവിടെ കടന്നു കഴിഞ്ഞാൽ ഒരു ഉപയോഗവുമില്ല. പക്ഷെ അതിലുള്ള ജ്ഞാനത്തെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് മഹത്വപൂർണമാകുന്നത്. നമ്മൾ BSc പഠിക്കുന്ന സയൻസാണ്. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ടെക്നോളജിയിലാണ്, എൻജിനീയറിങ്ങിൽ, മെഡിസിനിലാണ്. അപ്പം സയൻസ് അവിടെ കിടന്നുകൊണ്ടായില്ല, അതിന് പേരും പ്രശസ്തിയും ഉണ്ടാകണ്ടെങ്കിൽ ആ പഠിച്ചതിനെ എടുത്ത് ടെക്നോളജിയുടെ സഹായത്താൽ ഉപയോഗിക്കണം. അങ്ങനെയാണ് അത് കീർത്തിയും വീര്യവും ഇന്ദ്രിയങ്ങളുമെല്ലാമായിട്ട് പരിണാമം ചെയ്തത്. അങ്ങനെ അതാണതിൻ്റെ രസം. ഇതുതന്നെയാണ് കർമ്മത്തിലൂടെ നേടുന്ന രസം. അപ്പം അതിൻ്റെ രസം അനുഭവിക്കുന്നത്, ഋഗ്വേദത്തിൻ്റെ യഥാർത്ഥ രസം അനുഭവിക്കണ്ടെങ്കിൽ അതിൻ്റെ ജ്ഞാനത്തെ നമ്മൾ പ്രയോഗത്തിലേക്ക് വരുത്തുമ്പോഴാണ്. നമ്മളും പ്രയോഗത്തിലേക്ക് വരുത്തണം. പ്രപഞ്ചമുണ്ടാകുന്ന സമയത്ത് ആ ജ്ഞാനമാണ് ഈ പ്രപഞ്ചമായിട്ട്, ആ ഋഗ്വേദത്തിലെ രസമാണ്, ജ്ഞാനമാണ് രസമായിട്ട്, സോമമായിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചത്. യശസ് മുതൽ അന്നം വരെയുള്ള സകലതും, യശസ് എന്ന് പറഞ്ഞാൽ പ്രശസ്തി, ജ്ഞാനത്തിലൂടെ പ്രശസ്തിയും അത് ടെക്നോളജി രൂപത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അന്നരൂപമായിട്ട് മാറുന്നു. നമുക്ക് ഉപയോഗ വസ്തുക്കളായിട്ട്, ഉപഭോഗ വസ്തുക്കളായിട്ട് മാറുന്നു. അങ്ങനെ അത് പുറത്തു വന്നു. അത് ആദിത്യൻ്റെ ഒരു വശത്തെ ആശ്രയിച്ചു. ആദിത്യൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, കിഴക്ക് വശത്തെ പറ്റിയാണ് പറഞ്ഞത്. സൂര്യൻ്റെ കിഴക്കുള്ള രശ്മികളെ ഋഗ്വേദമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അത് സൂര്യൻ്റെ ഒരു വശത്തെ ആശ്രയിച്ചു. അതാണ് ആദിത്യൻ്റെ തുടുത്ത രൂപം. ആ ആദിത്യൻ്റെ യഥാർത്ഥ തുടുത്ത് കിടക്കുന്ന രൂപം കിഴക്ക് വശത്തെ രശ്മികളാണ്. അതാണ് കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. കിഴക്ക് നിന്ന് വരുന്ന രശ്മികളെ ഋഗ്വേദമായിട്ട്, അതാണ് അതിൻ്റെ തുടുത്ത രൂപം, ഏറ്റവും പ്രധാനപ്പെട്ട രൂപം. ഏറ്റവും പ്രധാനപ്പെട്ട വേദം ഋഗ്വേദമാണ്. അപ്പം കിഴക്ക് വരുന്ന കിഴക്കുള്ള രശ്മികളെ, സൂര്യനിൽ നിന്നും കിഴക്ക് വശത്തുനിന്ന് വരുന്ന രശ്മികളെ ഋഗ്വേദമായിട്ട് താരതമ്യം ബന്ധിപ്പിച്ചു. ഋഗ്വേദത്തിലൂടെയാണ് സയൻസ് ഉണ്ടായിരിക്കുന്നത്. ഋഗ്വേദം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സയൻസ്. ആദ്യം വേദങ്ങളാണ് ഉണ്ടായത്, ഋഗ്വേദമാണ് ഉണ്ടായത്. അതിലെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഋതുക്കളെല്ലാം ഉണ്ടായത്. ഋതുക്കളിലൂടെയാണ് ജീവജാലങ്ങൾ ഉണ്ടായത്, വ്യത്യസ്ത തരം ജീവജാലങ്ങൾ. അതിലൂടെയാണ്, ആ ജ്ഞാനമാണ് കർമ്മമായിട്ട് മാറിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാം ഖണ്ഡത്തിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത്.